16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജോത്സ്യൻ അറസ്റ്റിലായത്. ഇവനെയൊക്കെ ജോത്സ്യൻ എന്ന് വിളിക്കുന്നതും അതുപോലെ ഇവൻ്റെ അടുത്തൊക്കെ ഈ പൂജയ്ക്കൊക്കെ പോകുന്ന ആളുകളെയാണ് ആദ്യം മടല് വെട്ടി അടിക്കേണ്ടത്. അതിനുശേഷമാണ് ഇവനെ അടിക്കേണ്ടത്, ഇവനെ പോലുള്ള ആളുകളെ. ആദ്യം ഇവൻ്റെ അടുത്ത് പോയി പൂജ നടത്തുന്നതും അന്ധവിശ്വാസങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് അടുത്തോട്ട് പോയിട്ട് ബാധ ഒഴിപ്പിക്കുന്ന പരിപാടികളെല്ലാം ചെയ്യിപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ പെട്ടുപോകുന്നത്. ഇല്ലാത്ത പൈസ എവിടെന്നെങ്കിലൊക്കെ മറിച്ച് ലോൺ എടുത്താലും ഇവന്മാരെ കയ്യിലോട്ട് കൊണ്ടുകൊടുത്ത് പൂജ നടത്തി തൃപ്തി അടങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെ പറ്റിച്ചാണ് ഇവനെ പോലുള്ള ആളുകളൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ആദ്യം അവരെയാണ് മടൽ വെട്ടിയടിക്കേണ്ടത്. ഇന്നത്തെ കാലത്തൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾ പിൻപറ്റിപ്പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് ലജ്ജ തോന്നുന്നത്. എത്ര സംഭവങ്ങളാണ് വർഷം തോറും ഇതുപോലത്തുള്ള സംഭവങ്ങൾ നടന്നു വരുന്നത് അല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഈ മലയാളികൾ പഠിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ്. ഈ മൂരാരി തന്ത്രി എന്ന് പറയുന്ന ഇവൻ്റെ ലീലാവിലാസങ്ങൾ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു വോയിസ് വയ്ക്കാം. അതിനുശേഷം ഈ മൂരാരി തന്ത്രി ആരാണ്, അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ആ മൂരാരി തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവവും, പിന്നെ ഇവൻ അവിടെ നിന്ന് കണ്ടം വഴി ഓടിച്ചാടി പുറവിലെ വാതിലൂടെ ഓടി പട്ടിക്കൂട്ടി ചെന്ന് കയറിയതും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ പോയതും അതിനുശേഷമാണ് പോലീസ് പൊക്കുന്നത്. നാട്ടുകാരെല്ലാം കൂടെ ഓടിപ്പിച്ചപ്പോഴത്തേക്ക് ഓടിച്ചെവിടേക്കോ ഒളിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ പോലീസ് പിറ്റേന്ന് പൊക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ബന്ധുവിൻ്റെ വോയിസ് നിങ്ങൾ ബന്ധു പറയുന്നതൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ. ആ സ്ഥാപനത്തിലേക്ക് കയറി പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ ഇയാൾ എത്തിക്കുകയാണ് ഉണ്ടായത്. എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക. പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത്. ആ കുട്ടിയുടെ ദേഹം മുറിയുകയും ആ ബ്ലഡ് ആ ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മളതിലുണ്ട്. ഇയാൾക്കൊപ്പം മകളെ ഒറ്റയ്ക്ക് വിടുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച പെൺകുട്ടിയുടെ മാതാവിനെ പ്രതിയുടെ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ അനുനയിപ്പിച്ചിരുത്തി. മുറി തുറന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്നും പെൺകുട്ടിയെ തുടരുതെന്നും ഇയാൾ പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞു. എന്നാൽ അത് കേൾക്കാതെ ഇരുവരും അവിടെ നിന്നും സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സമാന പരാതി. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവനെയൊക്കെ മടൽ വെട്ടി അടിക്കണം. ഒരു ബാധ ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിളിച്ച്, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ച് ആ റൂമിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പെൺകുട്ടിയുടെ അടുത്ത് പറയുവാണ് ഡ്രസ്സ് ഊരാൻ. ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇവനെയൊക്കെ എന്ത് പറയേണ്ടതല്ല, ഇവനെയൊക്കെ മടൽ വെട്ടി അടിക്കണം. അതാണ് വേണ്ടുന്നത്. ഇനി ഇവൻ്റെ നാട്ടുകാർ തന്നെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. മുരാരി ബാബു അത്ര നല്ലവനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വകാല പേര് രാജൻ ബാബു എന്നാണ്. രാജൻ ബാബുവിന്റെ ജീവചരിത്രം, അദ്ദേഹം ഒരു കൊച്ചു സ്റ്റേഷനറി കട ഇട്ടിരുന്നു, ഒരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു, ഒരു കൊച്ചു വ്യാപാരിയായിട്ടാണ് തുടക്കം വീടിനോട് ചേർന്ന്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇയാളൊരു ജ്യോത്സ്യരുടെ വേഷം ഇട്ടുകൊണ്ട് വരിക. ഇയാൾ കബഡി പോലും നിരത്തി പഠിച്ച ആളല്ല. അതുപോലെ കൂടുതലും വരുന്നത് വിദേശത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ളവരാ, പല മതത്തിൽപ്പെട്ടവർ, കൂടുതൽ ഹിന്ദുക്കളല്ലാത്തവരാ. അപ്പൊ അവർ വരുമ്പോൾ അവരുമായി ചർച്ച നടത്തുന്നു, കൂടുതലും ഈ ബാധ ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇന്നലെ ഏതാണ്ട് 6-6:30 ഇടയ്ക്ക് വൈകിട്ട് ഒരു പെൺകുട്ടി 16 വയസ്സേ ഉള്ളൂ അമ്മയുമായി ചെല്ലുന്നു. അപ്പോൾ മുരാരി ബാബുവിന് സ്വാഭാവികമായിട്ട് പെൺപിള്ളാരി ചെല്ലുമ്പോൾ ഡയലോഗൊക്കെ അടിക്കും, ചില നിർദ്ദേശമൊക്കെ കൊടുക്കും. ഇന്നലെ ഈ പെൺകുട്ടി ചില നിർദ്ദേശമൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കണം, മോളെ പൂജാമുറിയിലോട്ട് വിടണം. എന്ന് പറഞ്ഞു, നല്ലതല്ലേ, ശരി, അമ്മ നിഷ്കളങ്കയായ ഒരു അമ്മയാണ്. അങ്ങനെ ഈ മോളെ മുറിയിലേക്ക് കടത്തി വിട്ട് കഥ കടച്ചു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അനക്കമില്ലുമ്പോൾ ഒരു നിലവിളിയാ കേട്ടിട്ട് നട്ടകാശം. അപ്പം അമ്മ കഥ തുറക്കുമ്പോൾ പുറം വാതിലൂടെ മുരാരി ഇറങ്ങി ഓടുക. മുണ്ട ഇല്ല, പൊതുവെ ഉള്ള അറിവ് അദ്ദേഹത്തിന് വസ്ത്രമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പുറമെ ഇറങ്ങി ഓടി. അയലോക്കത്തെ വീട്ടിൽ ഓടി കയറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രോഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷയുടെ കാര്യം കണ്ടല്ലോ. നാട്ടുകാർക്ക് വരെ നല്ല മതിപ്പാണ് ഇവനെ പറ്റിയിട്ട്. ഇവൻ ലോക ഫ്രോഡാണെന്നാണ് നാട്ടുകാർ വരെ പറയുന്ന കാര്യം. അപ്പം ഈ മൂരാരി മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ ഒഴിപ്പിക്കുക. അതുപോലെ പഠിത്തത്തിലും വിദ്യാഭ്യാസത്തിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന ആളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്ത് മാരകമായിട്ടുള്ളൊരു ബാധ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലൊക്കെ പുറകിലോട്ട് നിൽക്കുന്നത്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബാധയുണ്ട്, അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടൂ എന്നൊക്കെ പറയുന്നതും. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ സമീപിക്കുന്നുണ്ട്. പിന്നെ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ വന്ന് പുള്ളിയെ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള വൻകിട ബിസിനസ് വ്യാപാരികളുണ്ടല്ലോ, ബിസിനസ് ഏമാമാർ, അവരും വന്ന് ഇതുപോലെ ഈ മൂരാരിയെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ മൂരാരി ഈ ഒരു തട്ടിപ്പ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര് വന്നാലും, പ്രത്യേകിച്ച് പെൺപിള്ളേർ, സ്ത്രീകൾ, പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കല്യാണം നടക്കാനും അതുപോലെ അവർക്ക് വിദ്യാഭ്യാസത്തിൽ
നല്ല കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടാനും നല്ല രീതിയിൽ മാർക്ക് നേടി വിജയിക്കാനൊക്കെ കുറേ ആളുകൾ കുറേ അമ്മമാർ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ അടുത്ത് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഘടകമാണ് ഇതുപോലെ മുറിയിലേക്ക് കൊണ്ടുപോയി ബാധ ഒഴിപ്പിക്കുക എന്ന് പറയുക, റൂം ലോക്ക് ചെയ്ത് ആ പെൺകുട്ടിയുടെ കൂടെ വന്ന ബന്ധുക്കളെയും ഉമ്മമാരെയൊക്കെ പുറത്ത് നിർത്തി അകത്ത് ചെന്ന് കഥ അടച്ചിട്ട് ഡ്രസ്സ് മൊത്തം അഴിച്ച് ഈ പറഞ്ഞിട്ടുള്ള പീഡിപ്പിക്കുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാമെന്ന് പലരും പേടിച്ചിട്ടായിരിക്കും പറയാത്തത്. അപ്പം ഇപ്പം എന്തായാലും മൂരാരിയുടെ തനി നിറം തനി കോണം പുറത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ മൂരാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഈ മൂരാരി. അപ്പം ഇയാൾക്കും കുട്ടികളുണ്ട്, പെമ്മക്കളുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഈ നാറി എന്തിനാണ് ഈ പരിപാടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴപ്പെന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇയാൾക്ക് ഇതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ പൈസകൾ കിട്ടുന്നുണ്ട്. കൂടെ ദുബായിലോട്ടൊക്കെ പുള്ളി കൂടെ ദുബായിലോട്ടൊരു വിസിറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്തിനാണെന്ന് അറിയത്തില്ല, ഇനി കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ ഉണ്ടാണോ എന്നും അറിയത്തില്ല. അപ്പം ഈ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ കിടക്കുന്നുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പുള്ളി എല്ലാവരുടെ കയ്യിൽ നിന്നും ഐഫോൺ ചോദിച്ച് മേടിക്കും എന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നത് എല്ലാവരും ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് ഒരു ഐഫോണൊക്കെ. ഇയാളെ അടുത്ത് വരുന്നത് വെറും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്തൊരു ഐഫോൺ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഇയാൾ ചോദിച്ചാണ് മേടിക്കുന്നത്. എന്നിട്ട് ഇയാൾ വീഡിയോസിനകത്തൊക്കെ വന്നിരുന്ന് പറയുന്നത് എന്താണ്, എനിക്ക് എല്ലാവരും ഗിഫ്റ്റ് തരുന്നത് ഐഫോൺ ആണെന്ന്. ഐഫോൺ അല്ലാതെ വേറെ ഒന്നും എനിക്ക് കിട്ടത്തില്ല. എല്ലാവരും വന്നിട്ട് ആ ഫോണുകളൊക്കെ പുള്ളി നിരത്തി വെച്ച് കാണിക്കുന്നുണ്ട് ഒരു വീഡിയോസിനകത്ത്. ഇതൊക്കെ എനിക്ക് എല്ലാവരും ഗിഫ്റ്റ് തന്നിട്ടുള്ള ഫോണുകളാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പുള്ളിക്ക് ഐഫോൺ, ഫോർച്യൂണർ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ 2-3 ഫോർച്യൂണർ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇയാളെ ക്രേസ്. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസകൾ കൊണ്ടിട്ട് ഇയാൾ വണ്ടി മേടിക്കുക, ഐഫോൺ മേടിക്കുക, എന്നിട്ട് ഓരോ ഐഫോണ് കുടുംബക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക. അതാണ് ഇയാളെ മെയിനായിട്ടുള്ള പരിപാടി. ഈ ഒരു തട്ടിപ്പിലൂടെ ഇയാൾ സമ്പാദിച്ചിട്ട് ഇതൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പം ഈ മൂരാരി തന്ത്രി എന്ന് പറയുന്ന രാജേന്ദ്രൻ, ഇയാൾ ഒറിജിനൽ പേര് രാജേന്ദ്രൻ എന്നാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാജേന്ദ്രൻ. അന്നേ പുള്ളിയുടെ കയ്യിൽ അത്യാവശ്യം തരികിട പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു സമയത്ത് പുള്ളിക്കൊരു തലയിലൊരു വെളിച്ചം കത്തിയെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ പെട്ടെന്നൊരു തലയിലൊരു ലൈറ്റ് കത്തിയിട്ട് പുള്ളിക്ക് ഒരു തോന്നലുണ്ടായി, എനിക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തന്ത്രിയാവണം, ഒരു ജോത്സ്യനാവണം എന്നുള്ളൊരു ഐഡിയ പുള്ളിയുടെ തലയിൽ ഉദിക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിനുമല്ല, അതിലൂടെ ഒന്ന് ഫേമസ് ആവണം, അതിലൂടെ കുറച്ച് പൈസ സമ്പാദിക്കണം, ജനങ്ങളെ പറ്റിച്ച് സുഖമായിട്ട് സുഖിച്ച് ജീവിക്കണം, പിന്നെ അത്യാവശ്യം ചില്ലറ പരിപാടി ഇതുപോലുള്ള കുറച്ച് കായിക പരിപാടികളൊക്കെ നടത്തണം. പെൺപിള്ളേരും പെൺകുട്ടികളൊക്കെ അടുത്തോട്ട് വരുവാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബാധയുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടയം പിടിക്കുകയും ഒന്ന് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ അതും ഒന്ന് കൊണ്ടുപോകാമെന്നുള്ളൊരു ധാരണയൊക്കെയായി. അങ്ങനെ ഈ പുള്ളി അവിടെ നിന്ന് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പരിപാടി നിർത്തുവാണ്. ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ മൂരാരി തന്ത്രി. അങ്ങനെ ഈ പുള്ളി ചാള മാർക്കറ്റിൽ ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ, അവിടെ നിന്ന് കുറച്ച് ശർക്കരയും കുറച്ച് കരിപ്പെട്ടിയും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട്, പഞ്ചസാരയും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇയാൾ ആദ്യം തുടങ്ങുന്ന വാറ്റാണ്. ഇയാൾ വാറ്റ് തുടങ്ങി അത് വിറ്റ് കുറേ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, വാറ്റ് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ആ വാറ്റുന്ന സാധനം സ്വന്തമായിട്ട് കുടിച്ച് ലെക്ക് കേട്ട് അങ്ങനെയുള്ളൊരു ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കള്ളെല്ലാം കൂടെ അകത്തോട്ട് ചെന്നിട്ട് ഇയാളെ വായിൽ നിന്ന് തന്നെ കുറേ ഈ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ മന്ത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഈ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഏതോ വലിയ ജോത്സ്യനാണ്. ആ പ്രദേശവാസികൾ തന്നെ വിചാരിച്ച് ഇയാൾ വലിയ ജോത്സ്യനാണ്. അപ്പോൾ ആ കള്ള് തലയ്ക്ക് കയറിയിട്ടുള്ള ഈ തന്ത്രങ്ങളും മന്ത്രങ്ങളൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ അത് പറയുന്നതെല്ലാം ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ജനങ്ങൾക്ക് ഒരു തോന്നൽ വന്നു തുടങ്ങി. ഒരു അന്ധവിശ്വാസം അവിടെ ആ പരിസരവാസികൾക്ക് തന്നെ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലുള്ള ആ നാട്ടിൻപുറത്തിലെ ഹിന്ദു മതത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു തുടങ്ങി. അപ്പോൾ ആ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ വലിയ സംഭവമാണ്, ഇയാൾ വലിയ സന്യാസിയാണ്, ഇയാൾ വലിയ തന്ത്രിയാണ്, പറയുന്നതെല്ലാം സത്യമാണെന്നുള്ളൊരു ധാരണയിലേക്ക് ഒരു ജനങ്ങളെ കൊണ്ടൊരു വിശ്വാസം ഇയാൾ നേടിയെടുപ്പിച്ചു. അങ്ങനെയാണ് ഇയാൾക്ക് തന്ത്രി എന്നും ഈ പറഞ്ഞിട്ടുള്ള പേരുണ്ടല്ലോ, മൂരാരി എന്നൊക്കെ പേര് ജനങ്ങൾ തന്നെ അങ്ങ് സംബോധന ചെയ്താൽ കൊടുത്തു. അപ്പോൾ അതിലൂടെയാണ് ഇയാളെ വളർച്ച.
അങ്ങനെ പുള്ളി എന്താണോ ഉദ്ദേശിച്ചത് അത് സാധിച്ചെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ, ഇതുപോലെ ബാധ ഒഴിപ്പിക്കുക, ബാധയുണ്ടെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ കേരളത്തിൽ ഉടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ വീട്ടിലേക്ക് എത്തിച്ച് ബാധ ഒഴിപ്പിക്കുന്ന രീതിയിൽ കുറേ മന്ത്രവും കുറേ മരുന്നൊക്കെ കൊടുത്ത് മന്ത്രമൊക്കെ ചെയ്ത് കുറേ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ഏടാകൂടത്തിൽ ചെന്ന് പുള്ളി പെടുന്നത്. 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് പിടി വീണത്. അപ്പോൾ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 24-നകത്ത് ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ എന്നുള്ളൊരു പരിപാടിയിൽ ആ അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ ഈ പുള്ളി ഉൾപ്പെടെ ആ ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷോ കണ്ട അന്ന് ഇയാളുടെ കുറേ കാര്യങ്ങളൊക്കെ, ഇയാൾ പറയുന്ന കുറേ അന്ധവിശ്വാസങ്ങളും കുറേ പൊട്ടത്തരങ്ങളും പറയുന്ന മൊത്തവും വിഡ്ഢിത്തരങ്ങളാണ്. ഇതൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ മെയിനായിട്ടുള്ള ഇയാളെ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ, ട്രെൻഡിങ് ആയിട്ടുള്ള വാർത്തകൾ അതെല്ലാം കൂടെ എടുത്തിട്ട് ഇയാൾ അങ്ങോട്ട് പ്രവചിക്കും. അതാണ് ഇയാൾ ചെയ്യുന്നത്. ഇപ്പോൾ കർണാടകയിലെ അർജുൻ്റെ കേസുമായിട്ട് തടി ലോറിയുമായിട്ട് പോയ അർജുൻ കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ടല്ലോ. അപ്പോൾ അതുവരെ ഇയാൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അർജുനൊന്നും സംഭവിക്കത്തില്ല, അർജുൻ തിരിച്ചു വരും. എന്തിനു പറയണം, ഈ റീസെൻ്റായിട്ട് ദിലീപിൻ്റെ കേസ് വരെ ഇയാൾ പ്രവചിച്ച് ദിലീപ് ജയിലിൽ പോകത്തില്ല, ദിലീപിനെ കുറ്റമുക്തനാക്കി പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവചിക്കുകയും എടുക്കുകയൊക്കെ എല്ലാം ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് കെട്ടുകളാണ് ഇയാൾ എടുത്ത് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇയാൾ ശ്രമിക്കുന്നത്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതസൗഹാർദ്ദങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇയാളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ മാപ്പിള പാട്ടൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് കുറേ റീൽസൊക്കെ അങ്ങോട്ട് ഇരുന്ന് കാണാം അല്ലേ. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളല്ലേ ഇയാൾ കുറേ റീൽസ് ചിത്രീകരിച്ചിരുന്നുണ്ടല്ലോ, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ആണ്. ഒന്നുമല്ല, പുള്ളി തന്നെ കുറേ മാപ്പിളപ്പാട്ടൊക്കെ എടുത്തിട്ടിട്ട് പുള്ളി ഇടുന്നതാണ്. എന്ന് വെച്ചാൽ മതങ്ങൾ തമ്മിൽ നല്ല സൗഹാർദ്ദം ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു നന്മമരവും കൂടെ ഇട്ട് കൊടുക്കുന്നൊരു പരിപാടിയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രാജേന്ദ്രൻ എന്നൊരു വ്യക്തി മൂരാരി തന്ത്രിയിലേക്ക് വന്ന കഥ. കൊട്ടാരക്കരയിൽ ഒരു ഓട്ടോ ഓടിച്ച്, ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ച് നടന്ന ഒരു വെറും തല്ലിപ്പൊളിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ മൂരാരി തന്ത്രി എന്ന് പറയുന്ന രാജേന്ദ്രൻ. ഇനി ഇയാളെ വീട്ടിൽ ആ 16-കാരിക്കുണ്ടായ ദുരനുഭവം അതെന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇയാളെ തിരക്കി ഒരു അമ്മയും മോളും വരുന്നു. 16 വയസ്സുള്ളൊരു മോളുമായിട്ടാണ് അമ്മ വരുന്നത്. അപ്പം ഈ അമ്മ ഇയാളോട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടി പഠിക്കാൻ മോശമാണ്, പഠിക്കുന്നില്ല, ഒന്നിലും ശ്രദ്ധയില്ല, 24 മണിക്കൂറും മൊബൈലും കൊണ്ടിരിക്കുന്നു, വേറെന്തൊക്കെയോ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ അമ്മ വന്ന് ഈ മൂരാരി എടുത്ത് പരാതി പറയുന്നത്. അപ്പോൾ മൂരാരി പറഞ്ഞ് ഇത് ശരീരത്തിൽ നല്ല ബാധയൊക്കെ കയറിയിട്ടിരിക്കുകയാണ്, ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, അപ്പം ഇന്ന് തന്നെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇയാൾ പറയുന്നുണ്ട് ഇത് ബാധയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബാധ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല മാർക്കോട് കൂടി പഠിത്തത്തിൽ വിജയിച്ച് വരാൻ പറ്റും. അതുപോലെ കുട്ടിയുടെ ജന്മനക്ഷത്രമൊക്കെ നല്ല ജന്മനക്ഷത്രമാണ്, നല്ല ഭാഗ്യം ചെയ്ത നക്ഷത്രമാണ്. പക്ഷേ ഈ ബാധ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടിക്ക് പഠിക്കാനും പറ്റാത്തത്, ഈ കുട്ടിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത. അതുമാത്രമല്ല, കുട്ടിക്ക് ഈ പറഞ്ഞിട്ടുള്ള വഴിവിട്ട ഫ്രണ്ട്സുമായിട്ട് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതൊക്കെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അമ്മയുണ്ടല്ലോ, അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് ചിന്തിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ വിവരമില്ലാത്ത ആളുകളെയാണ് മടൽ വെട്ടി അടിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നത് അല്ല. ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും ഇതുപോലെയുള്ള ഫ്രോഡുകൾ അടുത്ത് ചെന്നിട്ട് ബാധ ഒഴിപ്പിക്കാനൊക്കെ വെറും പൊടി പിള്ളാരെ, എട്ടും പൊട്ടും തിരിയാത്ത പൊടി പിള്ളാരെ ഇട്ട് കൊടുക്കുന്ന ഇവരെയൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞാലും മടൽ വെട്ടി അടിക്കേണ്ടത്. അങ്ങനെ ഇയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പം തന്നെ അങ്ങ് ഒഴിപ്പിച്ച് തരാം. അപ്പം ഇയാളെ ഈ ബാധ ഒഴിപ്പിക്കുന്ന ആ ഒരു സജ്ജീകരണം ഉണ്ടല്ലോ, ഇയാൾ ബാധ ഒഴിപ്പിക്കാൻ ഇരിക്കുന്നത്, ഇയാളെ പരിപാടിയൊക്കെ ചെയ്യാൻ ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ആ ഒരു റൂമിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് വേറൊരു ബെഡ്റൂം ഉണ്ടെന്നാണ് പറയുന്നത്, വേറൊരു ബെഡ്റൂം. അപ്പോൾ അതിലേക്ക് കുട്ടിയെ കൊണ്ട് പോയി. അപ്പം ഈ കൂടെ വന്ന അമ്മയും ബന്ധുവിനെയൊക്കെ പറഞ്ഞ് വെളിയിൽ നിൽക്കുക, കുട്ടി മാത്രം അകത്ത് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവരൊക്കെ വിസമ്മതിച്ചു, പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല, കാരണം 16 വയസ്സുള്ള കുട്ടിയാണ്, കാരണം ഒറ്റയ്ക്ക് പേടിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറ്റത്തില്ല, 1-2 മണിക്കൂർ നീളുന്ന ബാധയാണ്, അപ്പോൾ കുട്ടി മാത്രമേ അകത്ത് കാണാൻ പാടുള്ളൂ, വേറെ ആരും അകത്ത് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ വീട്ടുകാർ വിസമ്മതിച്ചപ്പോഴത്തേക്കും
ഈ മൂരാരിയുടെ വീട്ടിലെ കുറച്ച് സ്ത്രീകൾ, അപ്പം ആരൊക്കെയാണെന്ന് അറിയത്തില്ല, ആ വീട്ടിൽ നിന്നുള്ള 2-4 സ്ത്രീകളെല്ലാം കൂടെ ചേർന്നിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇവരെ പറഞ്ഞ് അവിടെ ഇരുത്തി, വെളിയിലിരുത്തി, കുഴപ്പമില്ല, പേടിക്കാനൊന്നും വേണ്ട, കുട്ടി അകത്ത് പോയാലും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അത് വാത ഒഴിപ്പിക്കാനാണ്, വാത ഒഴിപ്പിച്ചതിന് ശേഷം പുറത്തോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരെ അവിടെ സമാധാനിപ്പിച്ച് അവിടെ പുറത്ത് പിടിച്ചിരുത്തുക. എന്നിട്ട് ഈ തന്ത്രി എന്താ ചെയ്തെന്ന് അറിയും, മൂരാരി തന്ത്രി ഇവൻ ആ കുട്ടിയും കൊണ്ട് അകത്തോട്ട് കയറിയിട്ട് കതവിൻ്റെ ലോക്കിട്ട് അപ്പോൾ ഇതിന് വെളിയിൽ ഒരു സൗണ്ടും കേൾക്കത്തില്ല, ആ കുട്ടി വിളിച്ചാൽ പോലും കേൾക്കത്തില്ല. കാരണം ആ റൂമിൻ്റെ അകത്ത് വേറൊരു റൂമുണ്ട്, റൂമിൻ്റെ അകത്ത് അതാണ് നമ്മൾ ഈ ദൃശ്യത്തിനകത്ത് കണ്ടത്, ആദ്യം ഞാൻ കാണിച്ച ആ വീഡിയോയ്ക്കകത്ത് ന്യൂസിനകത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആരെങ്കിലും അലറി വിളിച്ചാൽ പോലും വെളി കേൾക്കത്തില്ല. അങ്ങനെ ഒരു റൂമാണത്. അങ്ങനെയാണ് ആ റൂം സജ്ജീകരിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇവനകത്ത് കയറിയിട്ട് എന്താണെന്ന് പറയുക, ഈ കുട്ടിയോട് ഡ്രസ്സ് ഊരാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി അതിനെ ഒന്നും വിസമ്മതിച്ച്. കാരണം എങ്ങനെയാണ് ഒരു ഇനി ആരാണെങ്കിലും, ഇനി ജോത്സ്യനാണെങ്കിലും, ഇനി ദൈവം ഇറങ്ങി വന്നാൽ പോലും നമ്മൾ ഒരാളുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വന്നിട്ട് ഡ്രസ്സ് ഊരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കും? ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇവൻ്റെ ഉടായ്പൊക്കെ മനസ്സിലായി, ഈ കുട്ടി പ്രതിരോധിച്ചു. അപ്പം ഇവൻ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ അപ്പം ഇതിൻ്റെ അകത്ത്, റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ സമാധാനിപ്പിച്ച്, മോളെ ബാധ ഞാൻ ഒഴിപ്പിച്ചു തരാം, മോൾക്ക് പഠിത്തത്തിൽ നല്ല മാർക്ക് ഞാൻ മേടിപ്പിച്ചു തരാം, നല്ല ജോലി മേടിപ്പിച്ചു തരാം, എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതിങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടും സമയങ്ങൾ ഇങ്ങനെ പോയിട്ടും അനക്കമൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ ഈ കുട്ടിയുടെ മാതാവിന്, അമ്മയ്ക്ക് സംശയം തോന്നിയിട്ട് കതവിൽ തട്ടയും മുട്ടയെല്ലാം ചെയ്തു. എന്നിട്ട് ഇപ്പോൾ കതവ് തുറക്കുന്നില്ല. അവസാനം കതവ് ചവിട്ടി പൊളിച്ചപ്പോഴത്തേക്ക് ഉടുതുണിയൊന്നും ഇല്ലാതെ ഈ പറയുന്ന ഈ മൂരാരി പുറവിലത്തെ ഡോറിലൂടെ ഇറങ്ങി കണ്ടം വഴി ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഓടുന്ന വഴിക്ക് തൊട്ടപ്പുറത്തെ പട്ടിക്കൂട്ടിലൊക്കെ കയറി ഒളിച്ചിരിക്കാനൊക്കെ ഇവൻ നോക്കിയെന്നാണ് പറയുന്നത്. അന്ന് അയൽക്കാർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഓടുന്ന വഴിക്ക് തൊട്ടപ്പുറത്തെ പട്ടിക്കൂട്ടിലൊക്കെ കയറി ഒളിച്ചിരിക്കാൻ നോക്കിയ പട്ടി കിടുങ്ങാമണിയൊന്നും കടിച്ചു പറിച്ച് കൊണ്ടുപോകാഞ്ഞത് അതാണ് വേണ്ടുന്നത്. അപ്പം അതുവഴി ഇവൻ എവിടേക്കോ ഒളിച്ച് എങ്ങോട്ടൊക്കെയോ ഓടി. നാട്ടുകാരെല്ലാം കൂടെ പറ്റി, പക്ഷെ കിട്ടിയില്ല. പിറ്റേന്നാണ് പോലീസ് പൊക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആളുകളെടുത്ത് ചെന്ന് കയറി കൊടുക്കുന്ന സാധാരണക്കാരും കാണും, അത്യാവശ്യം പണക്കാരായിട്ടുള്ള ആളുകളും കാണും. വിവരമില്ലാത്ത ഇതുപോലുള്ള ആളുകൾ ഒരു കാരണം വെച്ചാലും ഇതുപോലുള്ള ടീംസിൻ്റെ അടുത്ത്, ഫ്രോഡ് ടീംസിൻ്റെ അടുത്ത് ചെന്ന് കയറി കൊടുക്കല്ലേ. കാരണം ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് നമ്മളെ കണ്ണു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെറും അന്ധവിശ്വാസം, വെറും ആൾ ദൈവങ്ങളാണ്. ഇവരെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവരെ കൊണ്ടൊക്കെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു അപകടം മുമ്പേ ചിന്തിച്ച് ഈ മൂരാരി തന്ത്രി അതിൽ നിന്ന് രക്ഷപ്പെടാഞ്ഞത്? എന്തുകൊണ്ട് ഇത്രയും കഴിവുള്ള ഒരുത്തൻ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒളിവിൽ പോയി പിറ്റേന്ന് തന്നെ പോലീസ് പൊക്കുന്നു? കഴിവുണ്ടെങ്കിൽ അവനിക്ക് രക്ഷപ്പെട്ടു പോകാമല്ലോ. അല്ല, എന്തുകൊണ്ട് തനിക്കുണ്ടാകുന്ന ഒരു അപകടം മുന്നേ കണ്ടില്ല? അപ്പോൾ ഇതിലൂടെയൊക്കെ അത് മനസ്സിലാക്കണം. അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.